ഒരു നിമിഷം മതി ജീവിതം മാറിമറിയാനെന്ന് കേട്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു സെക്കൻഡ് മതി വൈറലാവാൻ. ചിലർ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെയാണ് സോഷ്യൽ മീഡിയയിലെ താരമായി മാറുന്നത്. അത്തരത്തിൽ ഒരു 2 സെക്കൻഡ് വീഡിയോ കൊണ്ട് എല്ലാവരും ചർച്ചാ വിഷയമാക്കിയ പെൺകുട്ടിയാണ് ബന്ദാന ഗേൾ. വിവിധ നിറത്തിലുള്ള ഒരു തൂവാല തലയിൽ കെട്ടി ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. വെറുതെ ഒരു 2 സെക്കൻഡ് വീഡിയോ എടുത്തത് മാത്രമേ ആ കുട്ടിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് അവൾക്ക് സോഷ്യൽ മീഡിയയിലെ താരമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അഡ്വേർഡ് ജനറേറ്റർ എന്ന എക്സ് യൂസർ തന്റെ അക്കൗണ്ടിൽ നിന്ന് മേക്കപ്പ് എ ടുഡേ എന്ന ക്യാപ്ഷനിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ 50 മില്യൺ ആളുകളാണ് കണ്ടത്. ദി ജഗ്ഗർനോട്ട് എന്ന വെബ്സൈറ്റാണ് ബന്ദാന ഗേളിന്റെ പേര് പ്രിയങ്ക എന്നാണെന്ന് കണ്ടെത്തിയത്. പിന്നീട് അവളുടെ വീഡിയോയ്ക്ക് ലഭിച്ച വരുമാനത്തിനെ കുറിച്ചായി ചർച്ച. സോഷ്യൽ മീഡിയ വിദഗ്ധരും കണ്ടന്റ് പ്രൊഡ്യൂസേഴ്സും 2 സെക്കൻഡുള്ള വീഡിയോയ്ക്ക് 5 ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നും പ്രൊമോഷനും പരസ്യങ്ങളും ഒക്കെ ലഭിക്കുകയാണെങ്കിൽ വരുമാനം അതിലും വർദ്ധിക്കുമെന്നൊക്കെയായി അഭിപ്രായങ്ങൾ. പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കടിയിൽ കമന്റുകളും മീമുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുകയും ഇതനുകരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ പലരും നിർമ്മിക്കുകയും പിന്നീടത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തതോടെ വീഡിയോ ട്രെൻഡിംഗ് ആയി മാറി. പ്രിയങ്കയെ മെൻഷൻ ചെയ്ത് പോസ്റ്റുകൾ പങ്കുവെക്കുക കൂടിയായപ്പോൾ തന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് റിമൂവ് ചെയ്യുകയും തന്റെ എക്സ് അക്കൗണ്ട് അവൾ പ്രൈവറ്റ് ആക്കുകയും ചെയ്തു. തന്റെ വീഡിയോയ്ക്ക് ഇത്രത്തോളം റീച്ച് ലഭിക്കുമെന്ന് കരുതിയില്ലെന്നും വെറും 1000 ലൈക്കുകൾ പ്രതീക്ഷിച്ചെടുത്ത് നിന്നാണ് വീഡിയോ തന്റെ കൈവിട്ടു പോയതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കുന്നു. തന്റെ ചിത്രം ഉപയോഗിച്ച് വ്യാപകമായി കണ്ടന്റുകൾ നിർമ്മിക്കുന്നതിലും അവ ദുരുപയോഗം ചെയ്യുന്നതിലും താൻ അസ്വസ്ഥ ആണെന്നും അവൾ പറയുന്നു. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അത് എത്ര വേഗത്തിൽ പ്രചരിക്കുമെന്നോ അത് ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നോ ആർക്കും പ്രവചിക്കാൻ പോലും സാധിക്കില്ല. ചിലർ അവളുടെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ മറ്റു ചിലർക്ക് അത് അവളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു.